ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ലെങ്ത് അധികമായതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ വേവിച്ച് വെച്ച ചക്ക കൊണ്ട് ഞാൻ ഇന്നലെ അട ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ മാത്രമായിട്ടെന്നാൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മാത്രമാക്കി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ ചക്കപ്പഴം തന്നത്. അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇതാട്ടോ. അപ്പോൾ ഇത് കൂഴച്ചക്ക എന്ന് പറയില്ലേ, പഴുപ്പിലാവ്, അതാണ്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചത്, അത് ഞാൻ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ തേങ്ങ കുറച്ച് കൊത്തി അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേവിച്ച് വെച്ചതാണെങ്കിലും നമുക്ക് വരിക്കച്ചക്കയാണെങ്കിൽ അത് വരട്ടി വെച്ചേക്കാം. ഇത് വരട്ടിയതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കൈകൊണ്ട് കുഴച്ചിട്ട് നന്നായിട്ട് കുഴച്ച് അതിലേക്ക് പൊടിയിട്ട് കുഴച്ച് അട ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ശർക്കര പാനി കൂട്ടി അരച്ചെടുത്തു കേട്ടോ. ഓവറായിട്ട് അരയ്ക്കൊന്നും ചെയ്തില്ല, ഒന്ന് പൾസിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞ് പേസ്റ്റ് ആവുകയും ചെയ്തു. പിന്നെ ഞാൻ ആ തേങ്ങാക്കൊത്തിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്, 5-6 ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ആ തേങ്ങാക്കൊത്തും ജീരകവും ഏലക്കയും കൂടി നമ്മൾ ഈ അടിച്ച മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. ചക്കയും ശർക്കര പാനിയും കൂടി അടിച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് ഗോതമ്പ് പൊടിയാട്ടോ. നമുക്ക് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയോ റവയോ ഗോതമ്പ് പൊടിയോ ഇഷ്ടമുള്ള പൊടി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. എന്നിട്ട് ആ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കണം. ആ പൊടി എല്ലായിടത്തും ആവണം. അങ്ങനെ ഞാനതവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചക്ക വേവിച്ച് വെച്ചിട്ട് ഞാൻ അട ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഈ ഇല കിട്ടാത്തതുകൊണ്ടാട്ടെ. ഇടനേല എന്നാണ് ഇവിടെ ഇതിന് പറയണത്. അപ്പോൾ ഇടനേല കിട്ടാത്തതുകൊണ്ട് ഞാനതങ്ങനെ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് ഇടനേല കിട്ടിയിട്ടോ. നല്ല ഫ്രഷ് ഇടനേല കിട്ടി. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കഴുകി. ഇനി അതിലേക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് പരത്താം. അപ്പോൾ ഈ ഇടനേട മരം നമ്മുടെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് പറമ്പിലുണ്ട്. പക്ഷെ അത് വലിയ മരമായതുകൊണ്ട് അതിൽ നിന്ന് പറിക്കാൻ കിട്ടില്ല കേട്ടോ. പൊക്കത്തിൽ പോയേക്കാണ്. അപ്പോൾ ഇത് ഒരു കൊച്ചു തൈയായിരുന്നു. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാനും പറ്റി. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മച്ചിയാണ് കാണിച്ചു തന്നത്. അങ്ങനെ ഞാനതൊക്കെ അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് പരത്തുമ്പോൾ കയ്യെല്ലാം ഒട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കൈ മുക്കാനായിട്ട് കുറച്ച് വെള്ളവും അടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് പരത്തിയതാണ്. ഇനി ഞാനിതും കൊണ്ട് അപ്പുറത്ത് പോയി ഇരുന്ന് സമാധാനമായിട്ട് പരത്തിയെടുക്കും കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരത്താനുണ്ട്. അപ്പോൾ അതെനിക്ക് മക്കൾ വരുമ്പോൾ അവർ പരത്തി തന്നോളും. ഇപ്പോൾ വേവിക്കാനുള്ളത് ഞാനിത് പരത്തി വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് തട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ അടകൾ ഓരോന്നും എടുത്ത് വെച്ചിട്ട് ആവിയേറ്റിയെടുക്കാം. അപ്പോഴത്തേനും എനിക്ക് കുറച്ചും കൂടി മോള് വന്നായിരുന്നു കേട്ടോ. അവൾ എനിക്ക് ബാക്കി പരത്തി തന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനി ഒന്നായിട്ട് വേവിക്കില്ല. ഇപ്പോൾ ഈ വേവിക്കണത് വൈകുന്നേരത്തെ ചായക്ക് എടുത്തിട്ട് ബാക്കി ഞാനത് ബോക്സിലാക്കി പരത്തി അട തന്നെ ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. പിന്നെ ബാക്കി ഞാൻ നാളെ ആട്ടോ വേവിച്ചെടുക്കുള്ളൂ. അങ്ങനെ ഇത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റോടുകൂടി അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലതങ്ങനെ കുറേ ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ. നമ്മൾ പച്ചമാവാണല്ലോ, വേവിക്കാത്ത മാവാണല്ലോ. അപ്പോൾ 1-2 ദിവസം അങ്ങനെ ഇരിക്കും. ഞാൻ എന്തായാലും നാളെ എടുത്ത് വേവിക്കും. വെന്തത് പിന്നെ ബാലൻസ് വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. അങ്ങനെ അടയൊക്കെ വെന്തു നന്നായിട്ട് ആവി അടിച്ചിരിക്കണ്ടായി. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നോക്കിയായിരുന്നു. പിന്നെ അത് സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയേക്കണത്. കണ്ടോ, നമ്മുടെ അട നല്ല ക്ലീനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സമയമല്ലേ, നമുക്ക് ഇങ്ങനെ ഈ ചക്ക വേവിച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്തിട്ട് കുഴച്ചിട്ട് പൊടിയിട്ട് കുഴച്ച് അടയാക്കി എടുക്കാം. വേവിച്ച ചക്ക ഫ്രീസറിൽ വെച്ചാൽ മതി, കുറേ നാളിരിക്കും. അങ്ങനെ ഞങ്ങളുടെ അട
വേവലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.